ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. നിങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നിട്ടുള്ളതാണ്. എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിക്കുന്നില്ല, എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. കുറേ ആളുകൾ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ മെയിലായിട്ടും ഫേസ്ബുക്ക് പേജിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ എവിടെയാണ് ഉള്ളത്, നാട്ടിലാണോ അബുദാബിയിലാണോ സേഫാണോ എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ COVID-19 ഒരു പ്രശ്നമായിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ കുറേ പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അബുദാബി തന്നെയാണ് ഉള്ളത്, നാട്ടിലേക്ക് പോയിട്ടില്ല, ഇപ്പോൾ ഒന്നും പോകാനുള്ള പ്ലാനിങ് ഇല്ല, ഇവിടെ തന്നെയാണ് ഉള്ളത്, കുഴപ്പമൊന്നുമില്ല, സേഫായിട്ട് തന്നെയാണ് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളും എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ നാട്ടിൽ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വയനാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ന്യൂസ് ചാനലുകളിലും പത്രത്തിലൊക്കെ എല്ലാവരും ഡെയിലി വായിക്കുന്ന ന്യൂസ് തന്നെയായിരിക്കും, എന്നാൽ പോലും നമ്മൾ കൂടി ഒന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. വയനാട്ടിൽ എൻ്റെ സ്ഥലം സുൽത്താൻ ബത്തേരിയാണ്. അപ്പം ഈ ഒരു ലോക്ക്ഡൗണൊക്കെ തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആളുകൾ അവിടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, പല രീതിയിലും കേട്ടോ. ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സുൽത്താൻ ബത്തേരിയിൽ ഒരു ടീം മിഷൻ ബ്രേക്ക് ദ ചെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് ആയിരിക്കില്ല കേട്ടോ, ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു ഗ്രൂപ്പാണിത്. പറയാൻ കാരണം വെച്ചാൽ എൻ്റെ ഉപ്പച്ചിൻ്റെ അനിയനുണ്ടല്ലോ സമതാപ്പ്, അപ്പോൾ ആപ്പൊക്കെ ഇതിലാണ് അന്ന് മുതലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വോയിസ് ഇടുന്നത്. മെയിനായിട്ട് പറയാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വയനാട് എന്ന് പറയുന്നത് കർണാടകയും തമിഴ്നാടും കൂടി വരുന്ന ബോർഡറാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ സംസ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡെയിലി കാണുന്നതാണ് നമ്മളെ മുഖ്യമന്ത്രിയൊക്കെ വാർത്താ ചാനലുകളിൽ പറയുന്നത്. അപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വോയിസ് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ബോർഡർ കടന്ന് യാത്ര ചെയ്യണമെങ്കിൽ ജാഗ്രതാ പാസ് കയ്യിൽ വേണമെന്നാണ് പറയുന്നത്. അതും അത്യാവശ്യക്കാർക്ക് മാത്രമാണ് പാസ് ചെയ്യാനുള്ള അനുവാദമുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മെയിനായിട്ട് വയനാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ കേട്ടോ. അപ്പോൾ ബാംഗ്ലൂരൊക്കെ പഠിക്കാൻ പോയിട്ടുള്ളവരാണെങ്കിലും അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ ഒരു നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ന്യൂസിൽ എല്ലാത്തിലും എല്ലാവരും അറിയുന്നുണ്ടാവും കാര്യങ്ങളൊക്കെ, എന്നാൽ പോലും കുറേ അറിയായിട്ടാണ് എന്താണെന്ന് അറിയില്ല. ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ പോലെ തന്നെ ബാംഗ്ലൂർ തമിഴ്നാട് നിന്നൊക്കെ വന്നിട്ട് ബോർഡറിൽ കുടുങ്ങി കിടക്കുന്നവരുണ്ട്. പാസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരാനും കഴിയില്ല, അങ്ങോട്ട് പോകാനും പറ്റാതെ അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ കൺട്രോൾ ചെയ്യുന്ന പോലീസുകാർക്കാണെങ്കിലും മൊത്തത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് വയനാട്ടിലെ കളക്ടർ പറഞ്ഞിട്ടുള്ള കുറച്ച് ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു വയനാട് വന്ന് ബോർഡറായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ ഉള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടീം മിഷൻ ബ്രേക്ക് ദ ചെയിൻ ഗ്രൂപ്പായിട്ട് ബന്ധപ്പെടാം കേട്ടോ. ഞാൻ അത് ഇതിലൂടെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് വർക്ക് ചെയ്യാനോ ഒന്നും കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന എല്ലാ ഗ്രൂപ്പ് മീൻസ് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് നന്ദി അറിയിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വയനാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കൂടെ കുറച്ച് ആളുകളെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവരിലേക്ക് ഈ ഒരു കാര്യങ്ങൾ എത്തിക്കുക എന്നാണ് ഇപ്പോൾ നമ്മളെ ഉദ്ദേശം. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ജാഗ്രതാ പാസ് കയ്യിലില്ലാതെ യാത്ര ചെയ്യുന്നത് ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനിയിപ്പോൾ ഒരാളെ കയ്യിൽ പാസ് ഉണ്ട്, അത് വെച്ചിട്ട് 3-4 ആളുകളൊക്കെ വണ്ടിയിൽ വരുന്നതൊക്കെ ഭയങ്കര ഇഷ്യൂ ആണെന്നൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ എൻ്റെ നാട്ടിലത്തെ പ്രശ്നമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ മൊത്തത്തിൽ പറയാനാണെങ്കിൽ എല്ലാവരും സേഫായിട്ടിരിക്കുക, വീട്ടിലിരിക്കുക. എല്ലാവരുടെ വീട്ടിലിരിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ജോലിക്ക് പോകേണ്ട അത്യാവശ്യക്കാരുണ്ടാവും, അങ്ങനത്തെവരൊക്കെ പോവുകയാണെങ്കിലും മാക്സിമം ശ്രദ്ധിക്കുക. എന്തായാലും എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെ പോലെ തന്നെ നല്ലൊരു റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്